മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ ഉപയോഗിക്കുന്നവർ പണ്ട് ആരും കാണാതെയും അറിയാതെയും ചെയ്തിരുന്ന കാര്യം ഇന്ന് പലരും അഭിമാനത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഫാമിലി ആയിട്ട് കൂടിയിരുന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നത് അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഇതാണ്, നമ്മൾ ആഗ്രഹിച്ച കുടുംബം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ. അങ്ങനെ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ കാണുന്ന ആളുകൾ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങും. അത് ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് എന്താ നമുക്കും വാങ്ങി നോക്കാം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ കണ്ട പോലെ നമുക്കും ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരെയും അത് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള സുഖം എന്നല്ലാതെ അവരുടെ ജീവന്റെ നാശത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇതുപോലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തലക്ക് പിടിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരികയാണ്. അത് കിട്ടാണ്ടാകുന്ന സമയത്ത് ഭ്രാന്താവുകയാണ്. ഒരുപാട് ആളുകൾ പറയും ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല, ഞാൻ ഒരിക്കലും വയലൻ്റ് ആവില്ല, അതാവില്ല ഇതാവില്ല എന്നൊക്കെ പറയും. പക്ഷേ ഏത് സമയത്താണ് എന്താണ് സംഭവിക്കാൻ നമുക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.